നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് നേരോ നേതാവേ പരിപാടിയിൽ ഇന്നുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ പുതുയുഗ യാത്ര ഏതാണ്ട് പകുതി പിന്നിട്ട സമയമാണ്. മധ്യകേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ യാത്രയിൽ വളരെ ചുരുക്കി എനിക്ക് പറയാൻ പറ്റും, ആളുകളെ കാണുന്നു, ആളുകളെ കേൾക്കുന്നു. എന്താണ് ഈ ഇത്ര ദിവസങ്ങളിലെ ഒരു അനുഭവം? ഇതൊരു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത അനുഭവമാണ് ഈ യാത്രയിലൂടെ ഉണ്ടായത്. ഇപ്പോൾ 7 ജില്ലകൾ പിന്നിട്ട് ഞാൻ എറണാകുളം ജില്ലയിലേക്ക്, എൻ്റെ സ്വന്തം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. 7 ജില്ലകളിൽ വെച്ചും ഓരോ ജില്ലയിലെ ഓരോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കുറേ വിഷയങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളാണ്, കുറേ വിഷയങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ നാവിൽ നിന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അടുത്തറിയാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ചില ചെറിയ ഇടപെടലുകൾ കൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്. ഇടപെടലില്ലാത്തതുകൊണ്ട്, ഇൻ്റർവെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തീരാതെ കിടക്കുന്ന വിഷയങ്ങളാണ്. പല മേഖലകളും വലിയ തളർച്ചയിലാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖല. കർഷകരെല്ലായിടത്തും ഇപ്പോൾ നെല്ല് സംഭരണം മുഴുവൻ പാളി, നാളികേര സംഭരണം ഇല്ല, റബ്ബറിന് വിലയില്ല, പിന്നെ വന്യജീവി ആക്രമണം, അപ്പോൾ പിന്നെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തത്, എല്ലാം ഒരുപാട് പ്രയാസങ്ങളാണ് ആളുകൾക്ക്. ഈ ജപ്തി നടപടികൾ ഏറ്റവും കൂടുതലുള്ള ഒരു കാലമാണ്. അങ്ങനെ എല്ലാ രംഗത്തുള്ള ആളുകൾ പ്രയാസമാണ്. ഇപ്പോൾ ഓരോ സെക്ടറിലെ ബിസിനസ് ആണെങ്കിൽ വളരെ ഡള്ളായിരിക്കുന്നു. റീറ്റെയിൽ ബിസിനസ് പോയി, കാരണം മോള്, ഓൺലൈൻ തുടങ്ങിയ കാര്യങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ഈ മാറ്റം അറിയണം. നാടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ വഴികൾ അടയുകയാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ഇൻ്റർവ്യൂ ചെയ്യണം അത്തരം കാര്യങ്ങളിൽ. ശരി, ഒരു ബദൽ എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്തും ഒരു കോൺക്ലേവ് ഒക്കെ നടത്തി ഒരു ബദൽ മുന്നോട്ട് വയ്ക്കുകയാണ്, പോസിറ്റീവായ കാര്യങ്ങളെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു മുന്നണി വിപുലീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ CPM-ലെ നിരാശരെ ഉൾക്കൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറുകയാണോ? അതല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ 2 ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിൽ 2 ചോദ്യമുണ്ട്. ഒന്ന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ്, കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുമ്പോൾ ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ തോൽവികളൊക്കെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഒരു ചോദ്യമുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് ബദലുണ്ടെന്ന്. ആ ബദലുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് ഞങ്ങൾ 2 വർഷമായി അതിൻ്റെ പ്രവർത്തനം. കേരളത്തിലോ ഇന്ത്യയിലോ ഒരു പ്രതിപക്ഷവും ചെയ്യാത്തൊരു വർക്കാണ്. ഞാൻ പറഞ്ഞ ഗവേഷണ തുല്യമായ ഗൃഹപാഠമാണ് ചെയ്തത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഏറ്റവും എക്സ്പേർട്സായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഹെൽത്ത് ഡോക്യുമെൻ്റ് തന്നെ അവതരിപ്പിച്ചത്, ഒരു ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചു, 300ഓളം ഡോക്ടർമാരുടെ ഹെൽത്ത് കോൺക്ലേവ് നടത്തി, അവർ 600ഓളം ആരോഗ്യ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചിട്ട് തയ്യാറാക്കിയ. ഞാൻ പറയുന്നത് കേരളത്തിന് UDF കൊടുത്ത സമ്മാനമാണ് ആ ഡോക്യുമെൻ്റ്. നോളജ് അസറ്റാണ്, ജ്ഞാനസമ്പത്താണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സയ്ക്ക് കേരളത്തിൽ വരുന്ന ആരോഗ്യത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി കേരളത്തെ മാറ്റാം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ UDF എന്ന് പറയുന്നത് കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അതിനപ്പുറത്ത് അതൊരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതിലൊരുപാട് സോഷ്യൽ ഘടകങ്ങളുണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 2005 മുതൽ 20 വർഷക്കാലം ഞങ്ങളെ വിട്ടുപോയ ഒരുപാട് ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരുപാട് ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഞങ്ങളത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്യണത്. ഞങ്ങളുടെ നിലപാടുകളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വലതുപക്ഷമല്ല. ഞങ്ങൾ നെഹ്റുവിയൻ ലെഫ്റ്റാണ്, ആ ലൈനാണ്. ഞങ്ങൾ ഏത് കാര്യത്തിലാണ് ഞങ്ങളൊരു റൈറ്റ് വിങ് സാധനം എടുത്തിരിക്കുന്നത്, ഏത് പൊസിഷനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ പാരിസ്ഥിതികമായ വിഷയങ്ങൾ വരുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ, സ്ത്രീകളെ ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ എല്ലാം നമ്മൾ എടുക്കുന്നൊരു നിലപാടുണ്ട്. ഈ ഇടതുപക്ഷം, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ ജനത പൊതുവെ ഇടതുപക്ഷ നിലപാടാണ് എന്നതുകൊണ്ടാണോ? സാധാരണഗതിയിൽ ഇടതുവിരുദ്ധത എന്നാണ് കോൺഗ്രസിനെ പറ്റി എപ്പോഴും പറയാം. ആളുകൾ എപ്പോഴും ഇടതും വലതുമായിട്ട് രണ്ടായിട്ട് തിരിക്കുകയാണ്. വലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BJP ലൈനാണ്, ഒരു സംഘപരിവാർ ലൈനാണ്. അത് തീവ്ര വലതുപക്ഷ ലൈൻ, ഒരു മുതലാളിത്ത കോർപ്പറേറ്റ് ഒരു ലൈൻ. ഇപ്പോൾ ഒരു ലേബർ ലോ പാർലമെൻറ്റിൽ കൊണ്ടുവന്നാൽ നെഹ്റുവിൻ്റെ കാലത്താണെങ്കിൽ ഉറപ്പാണത് പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ലേബർ ലോ കൊണ്ടുവന്നാൽ നമുക്ക് ഉറപ്പറിയാം തൊഴിലാളികളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്, കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകൾ നല്ല മനുഷ്യരാണ്. അവർ ഇടതു വന്നാൽ നല്ലതായിരിക്കും, ഇടതു വന്നാൽ നാടിന് മാറ്റം ഉണ്ടാകും, അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകുമെന്ന് ചിന്തിച്ച കുറേ നല്ല മനുഷ്യർ.
അവർ ഞങ്ങളോടാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പല കാര്യങ്ങൾക്കും, പല നിലപാടുകൾക്കും ഞങ്ങളുടെ നിലപാടുകളാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ. ശരി, അങ്ങനെ വരുന്ന പലരുടെയും കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്ന പേര് PK ശശിയുടേതാണ്. PK ശശിയുമായി അങ്ങ് ചർച്ച നടത്തിയിട്ടുണ്ട്? ഇല്ലില്ല, ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. ഒരാളും കുഞ്ഞാലിക്കുട്ടിയും കണ്ടു എന്നുള്ള വാർത്ത അല്ലല്ല, ചർച്ചയൊന്നും നടത്തിയില്ല. പൊളിറ്റിക്കലായിട്ട് ചർച്ചയൊന്നും നടത്തില്ല. ഞങ്ങൾ പറയും വ്യക്തികളൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ സന്തത സഹചാരിയായിരുന്ന മകനെ പോലെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന സുരേഷ് ഞാനോട് സംസാരിച്ചു, എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ പറഞ്ഞു സന്തോഷം, നമ്മുടെ ഒരു ലൈനിലോട് ചേർന്ന് ഇപ്പോൾ അസ്കർ RSPയിൽ ചേർന്നു, അപ്പുറത്തെ ഇടതുപക്ഷത്തിൻ്റെ വക്താവായിരുന്ന ഒരാളാണ്. ധാരാളം പേര് അങ്ങനെ വ്യക്തികളെ എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ PK ശശിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതിന് കാരണം അങ്ങ് നിലപാട് എന്നൊരു കാര്യം പറഞ്ഞല്ലോ. ആ നിലപാട് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വന്നപ്പോൾ സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ടുള്ളൊരു നിലപാട് കണിശമായി എടുത്തതാണ്, അങ്ങ് പ്രത്യേകിച്ച് സ്വയം എടുത്തതാണ്. അപ്പോൾ PK ശശിയുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ പാർട്ടി കോടതി അന്വേഷിച്ചു, പാർട്ടി നിലപാടെടുത്തു, പാർട്ടി ആ സ്ത്രീക്കൊപ്പം നിന്നില്ല എന്നത് എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ഒരു കാര്യമാണ്. തീവ്രത കുറഞ്ഞ പീഡനമെന്ന ചില നേതാക്കൾ പറഞ്ഞതിനെ തന്നെ എടുത്ത് ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ മുന്നണിയിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഏത് രൂപത്തിലാണെങ്കിലും, കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ UDFിലേക്കോ ഏത് രൂപത്തിലെടുക്കുകയാണെങ്കിലും അത് വെള്ളം ചേർക്കലാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹം പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഏത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം. അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിക്കാരനാണ്, മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന് പറയുന്ന ഒരാളോട് നമുക്കെന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രി പിതൃതുല്യനായിട്ടുള്ള ഒരാളാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അപ്പം നമുക്ക് അത്തരം ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞ അത്തരം ചർച്ചകൾ വരുന്ന സമയത്ത് സ്മൃതി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിക്കും, നമ്മൾ ഗൗരവത്തോട് പരിഗണിക്കുക. അതൊക്കെ നമ്മുടെ പൊസിഷനിങ് ആണ്, ഓരോ കാര്യങ്ങളിലുള്ള നമ്മുടെ പൊസിഷനിങ് ആണ്. അയാളുടെ പശ്ചാത്തലം എന്താണ്, എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു വലിയ വിഭാഗം എന്തെങ്കിലും നേട്ടങ്ങളോ അധികാരത്തിൻ്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കുന്ന വിരലിലുണ്ടാവുന്ന ആളുകൾ ഒഴിച്ചുള്ള എല്ലാവരും ഈ ഒരു തുടർഭരണം ഉണ്ടാകരുത് എന്നുള്ള ശക്തമായ നിലപാടാണ്. അതിൻ്റെ പ്രതികരണമാണ് സച്ചിദാനന്ദൻ സാറിലൂടെയും അതുപോലെ സാറ ടീച്ചറിലൂടെയൊക്കെ പുറത്തു വന്ന സംഭവങ്ങൾ. അതാണ് കാരണം ഈ പോക്ക് ശരിയല്ല എന്നുള്ള ഒരു ധാരണ അവരുടെ കൂട്ടത്തിൽ പോലുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങയുടെ പ്രയോഗമാണ് വിസ്മയം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ വിസ്മയങ്ങൾ ഉണ്ടാകുമോ ഇനി? അല്ല, പൊളിറ്റിക്സ് അല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിസ്മയങ്ങൾ ഉണ്ടാകാമല്ലോ. ഇപ്പോൾ അച്യുതാനന്ദൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതീകമായിരുന്നു. VS അച്യുതാനന്ദൻ അല്ലേ, ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളാണ്. നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളിൽ യോജിപ്പുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ലോട്ടറി വിഷയം എടുത്തുകൊണ്ട് വരുമ്പോൾ എൻ്റെ കൂടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്ന മുഖ്യമന്ത്രിയായിരുന്നു അന്ന്. കാരണം ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന്, ഞാൻ പറയുന്നതിനൊക്കെ അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം എവിടെയെങ്കിലും പറയും. ഞാൻ പറയും ഇത് പുറത്തേക്ക് പണം ഒഴുകി പോവാണെന്ന്. ഒരു ദിവസം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, പത്രസമ്മേളനം നടത്തി. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ കമൻറ്റാണ് 4 വർഷമായിട്ട് 80,000 കോടിയാണ് കേരളത്തിന് പുറത്തേക്ക് പോയിരുന്നതെന്ന്. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA ഉന്നയിച്ച ഒരു ആരോപണത്തിൽ അദ്ദേഹം വന്ന് അടിവരയിടുകയാണ്. അത് പ്രത്യേകതകളുള്ള ഒരാളായിരുന്നു. ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി കൂടെ നടന്നിരുന്ന ഒരാൾ UDFിനോട് സഹകരിക്കുക എന്ന് പറയുന്നത് അതൊരു വിസ്മയമല്ലേ യഥാർത്ഥത്തിൽ. ഇപ്പം താഴെത്തട്ടിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാം, അവർ തന്നെ നിർദ്ദേശിക്കുന്ന പേരുകൾ ആദ്യം നോക്കുന്നു, ഇനി അതിൽ തർക്കമുണ്ടെങ്കിൽ അതിന് മുകളിൽ ഇടപെടുന്നു. അങ്ങനെ ഒരു രീതിയാണല്ലോ കൈക്കൊണ്ടത്. പക്ഷേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ രീതി സാധ്യമല്ല. ഒരു നിർദ്ദേശമൊക്കെ മുന്നിൽ വരുമെങ്കിലും മുകളിലാണ് തീരുമാനമെടുക്കുക. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് ആ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ 22 പേരുടെ പട്ടിക ആദ്യം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. സ്മൂത്തായി നടക്കും. 22 അല്ല, 50 പേരുടെ പട്ടിക ഏത് സമയത്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ഞങ്ങൾ പ്രഖ്യാപിക്കാത്തതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. ഞങ്ങളില്ലെങ്കിൽ 22-ാം തീയതി അതിൻ്റെ തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇലക്ഷന് ഒരു അനിശ്ചിതത്വം വന്നു. ഞങ്ങൾക്ക് ഏത് സമയത്തും വേണമെങ്കിൽ ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഡോക്കറ്റ് എല്ലാം റെഡിയാണ്. ഡൽഹിയിൽ പോയിട്ട് ഒരു 50 സ്ഥാനാർത്ഥികളെ കോൺഗ്രസിൻ്റെ ഏത് സമയത്തും പ്രഖ്യാപിക്കുന്നതിന് റെഡിയാണ്. അപ്പോൾ ഈ കനകോലിൻ്റെ റിപ്പോർട്ടിൻ്റെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനത്തെ റിപ്പോർട്ടൊന്നും നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇപ്പോൾ സർവേയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തും, അതൊരു ഫീഡ്ബാക്കൊക്കെ എടുക്കും. ഇപ്പം നമുക്കറിയാൻ പാടില്ല ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണെന്ന്. അതിന് തക്ക ഒരു വലിയ ലീഡർഷിപ്പ് UDFിനുണ്ടല്ലോ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടല്ലോ. MP-മാർ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? MP-മാരും പല സീറ്റുകളിൽ പലരുടെയും പേരുകളുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, അവരാണല്ലോ AICC അംഗങ്ങളും MP-മാരും അല്ലേ. MP-മാരും മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അവർ ആ തീരുമാനം എടുത്തു തരുമ്പോൾ നമ്മളിപ്പോൾ ആ സീറ്റുകളിലൊന്നും നമ്മളങ്ങനെ ആളുകളൊന്നും വേറെ ആലോചിച്ചിട്ടില്ല, പേരുകളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ആ തീരുമാനം എടുത്താൽ അവർ മത്സരിക്കണമെന്നാണ് അവിടെ അനുവാദം തരുമെങ്കിൽ അവർ മത്സരിക്കും. ശരി, ഇപ്പോൾ ഈ യാത്രയിൽ ഒരു
ഒരു പ്രശ്നമായി കണ്ടത് കുറ്റ്യാടിയിൽ നടന്ന സംഭവമാണ്. അങ്ങ് അത് മാധ്യമങ്ങൾ അത് വലുതാക്കി കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ വലുതായിരുന്നു. ഈ ഉന്തും തള്ളും ദൃശ്യങ്ങൾ നമ്മൾ അങ്ങ് പുറത്തു നിന്ന് അത് കണ്ടു നോക്കി മനസ്സിലാവും. അപ്പോൾ ആ ദൃശ്യങ്ങൾ പക്ഷെ അത് വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഷാഫി പറമ്പിലും VD സതീശനും തമ്മിലുള്ള പ്രശ്നം എന്ന രൂപത്തിലാണ് ആദ്യം അത് വിലയിരുത്തപ്പെട്ടത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന രൂപത്തിലാണ്. പക്ഷെ അങ്ങനെയല്ല, അത് ഉന്തും തള്ളുകയാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ മുല്ലപ്പള്ളി പറയുന്നുണ്ട് അത് സ്നേഹത്തള്ളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതല്ലേ? അത് ശരിക്ക് അദ്ദേഹം അവിടുത്തെ MP ആണ്. എല്ലാ സ്ഥലത്തും അദ്ദേഹം സംസാരിച്ചിട്ടാണ് ഞാൻ ഫൈനലായിട്ടാണ് സംസാരിക്കാറുള്ളത്. അവിടെ വന്നപ്പോൾ വളരെ സമയം വൈകിയപ്പോൾ ഷാഫി തന്നെയാണ് എന്നോട് പറഞ്ഞത്, സതീശേട്ടൻ സംസാരിക്കുക, സമയം പോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അവിടുത്തെ പ്രമോദ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ സമകാലികനായിട്ടുള്ള സുഹൃത്ത് വന്നിട്ടില്ല, MP സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു സത്യത്തിൽ. അപ്പോൾ വേണ്ട സമയമില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ തള്ളി മാറ്റി. അവർ തമ്മിൽ വളരെ ക്ലോസ് ആണ്, അവർ തമ്മിൽ ശത്രുതയൊന്നുമില്ല. എന്നോട് ഷാഫിയാണ് പറഞ്ഞത് സതീശേട്ടൻ സംസാരിച്ചു വേഗം പോകും എന്ന് പറയും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം വാർത്തയല്ലേ, എല്ലാത്തിനും വ്യാഖ്യാനമല്ലേ. ഇന്നലെ ഒരു സാധനത്തിന് AKG സെൻറ്ററിൽ നിന്ന് ഇടുന്നതാണ്, ഞാനൊരു സ്ത്രീയുടെ എന്നൊരു കഷ്ണം കടലാസ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനിത് കീറിക്കളയാണ്. ഒരു സ്ത്രീ തന്ന നിവേദനം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു സ്ത്രീ ഇത്രയും കടലാസിൽ എനിക്ക് നിവേദനം തരുമോ? അവരൊരു സാധനം എഴുതി തന്നാണ്. എനിക്ക് പറയാൻ ഒരു സാധനം അവർക്കുള്ളൊരു പരാതി എഴുതി തന്നാണ്. സാർ ഇതൊന്ന് ശ്രദ്ധിക്കണം ഇന്ന കാര്യം എന്ന് പറഞ്ഞാണ്. അത് ഞാനല്ലാതെ വേറൊരാൾ കാണാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ എടുത്തിട്ടിങ്ങനെ അത് കാണരുതെന്ന് വെച്ച് തിരിച്ച് എന്നിട്ട് ഇത് അവിടെ പോലും ഇട്ടില്ല, ഇത് കൂട്ടി പോലും ആരും വായിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രായമായ ഒരു സ്ത്രീ വന്ന് തന്ന ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടേണ്ട ഒരു കാര്യമാണ്. നിവേദനം അത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു നിവേദനം തന്നു. നിവേദനേ ഏതെങ്കിലും, ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഒരാൾ പ്രത്യേകിച്ച് ആ സ്ത്രീകളോ ആരും കൊണ്ടൊന്ന് നിവേദനം തന്നാൽ ഞാൻ അപ്പോൾ കീറി കളയോ? അപ്പോൾ ഇതാണ് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ തരത്തിലുള്ള ക്യാമ്പയിൻ. ഞങ്ങൾ ഇന്നലെ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പി ഇത് കണ്ടിട്ട്. ഏതെങ്കിലും പൊതുപ്രവർത്തകൻ അത് ചെയ്യുമോ? അപ്പം ഞാനത് ചെയ്തെന്ന് പറയുന്നത് സ്ത്രീ കൊടുത്തത് അപ്പം തന്നെ കീറിക്കളഞ്ഞു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഇരുണ്ട യുഗം എന്ന് പറഞ്ഞ UDF കാലത്തെ കുഴപ്പങ്ങൾ, UDF കാലത്തുണ്ടായിരുന്ന അഴിമതികളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM സൈബർ സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇരുണ്ട യുഗം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയം അവർ ഉന്നയിക്കുന്നുണ്ട്. അതിൽ K മാണിയില്ല, K ബാബു ഉണ്ട്. ഇത്തരം ചില കാര്യങ്ങളുണ്ട്. മരിച്ചുപോയ പല നേതാക്കളും ഇബ്രാഹിം കുഞ്ഞിൻ്റെ അടക്കം പടം വെച്ചുകൊണ്ട് മടങ്ങി വരരുതേ മകനെ എന്ന് പറഞ്ഞു ഇട്ടിരുന്നു. അത് പിന്നെ അത് ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് കൂടാതെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ പലതിനും നിങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടി വരില്ലേ? അല്ല, അതൊക്കെ പറയാൻ, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ മറുപടി പറയാം. ഇപ്പം അവസാനത്തെ സോഷ്യൽ മീഡിയ എന്താ AKG സെൻറ്ററിലെ തമ്മിലടിയും ബഹളവും. അതുതന്നെ മുഖ്യമന്ത്രിക്ക് വരെ ഇടപെടേണ്ടി വന്നു. ഇന്നലെ എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചു ഇതിനെക്കുറിച്ച്. നമ്മൾ പറയേണ്ട കാര്യമില്ല, അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് അവരെ ആരെയും മാറ്റരുതെന്നാണ്. കാരണം എൻ്റെ PR ഇപ്പം ചെയ്യുന്നത് AKG സെൻറ്ററിൽ നിന്നാണ് കംപ്ലീറ്റ്. എനിക്ക് വേണ്ടിയിട്ട് ഒരാളും PR ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നത് AKG സെൻറ്ററിൽ നിന്നാണ്. നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ അവർ ഇടുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമായി മാറുകയാണ്. ഡെയിലി 20 റീലാണ്, പിന്നെ 10 കാർഡുമാണ് എനിക്കെതിരെ ഇടുന്നത്, എല്ലാ ദിവസവും ഇടുന്നത്. അത് എൻ്റെ മുഖമൊക്കെ വികൃതമായി കാണിച്ചുകൊണ്ടൊക്കെ ലേയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പടമുണ്ട് അവിടെ, എൻ്റെ പേരുമുണ്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട്. ഇത്രയും ക്യാമ്പയിൻ, ചില നെഗറ്റീവ് ക്യാമ്പയിൻ നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറയല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടകം എവിടെയാണ് നടന്നത്? PR നാടകം എവിടെയാണ് നടന്നത്? MV ഗോവിന്ദൻ്റെ ജാഥയിലാണ് നടന്നത്. പ്രായമുള്ള ഒരാളെ കൊണ്ടുവന്ന് അയാൾക്ക് കിട്ടിയ പെൻഷൻ പാർട്ടിക്ക് സംഭാവന ചെയ്തു എന്ന് കാണിച്ച്. അല്ല, പക്ഷെ അത് പിന്നെ തെറ്റാന്ന് പറയുന്നു. അല്ല, അദ്ദേഹം പോയിട്ട് ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് പാർട്ടിക്കാർ കാശ് തരാമെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതെന്ന്. പിന്നെ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതാണ്. എല്ലാവർക്കും CPM അല്ലേ. CPM എങ്ങോട്ടാണ് പോകുന്നത്? CPM കുറിച്ചുള്ള അലിഗേഷൻസ് എന്താണ്? രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. തട്ടിപ്പ് നടത്തിയവനല്ല പുറത്താക്കിയത്, തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ച ആളെ പുറത്താക്കിയത്. തിരുവനന്തപുരത്ത് രക്തസാക്ഷി വിഷ്ണുവിൻ്റെ ഫണ്ട് തട്ടിച്ച ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്തൊരു മന്ത്രി ഇടപെട്ട്, തിരുവനന്തപുരത്തെ മന്ത്രി ഇടപെട്ട്. എന്നിട്ട് അയാളെ CATU ജില്ലാ സെക്രട്ടറി ആക്കി.
വിഷുവിൻ്റെ സഹോദരൻ അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് ചേർന്നു. ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് BJPക്കെതിരെ വിമർശനമില്ല, CPM-നെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, ഇടത് സർക്കാരിനെ മാത്രം വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കോൺഗ്രസ് ഭരണത്തിൽ വന്നാലും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ആ വിഷയത്തിലടക്കം ഒരുമിച്ച് നിന്നില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട് CPM. ഇതൊക്കെ വെറുതെ CPM-ൻ്റെ നെറേറ്റീവാണ്. ഞങ്ങൾ ഏറ്റവും ശക്തിയായി കേന്ദ്ര നയങ്ങൾ എതിർക്കുന്ന പാർട്ടിയല്ലേ. ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുന്ന മാത്രമല്ലേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ആളല്ലേ. ഈ മുഖ്യമന്ത്രി ചെയ്തത് എന്താ? LDF ഒരു തീരുമാനമെടുത്തു, PM ശ്രീയിൽ ഒപ്പിടില്ല എന്ന് തീരുമാനമെടുത്തല്ലോ. പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷനാണ്. എന്നിട്ട് ഒപ്പിടുന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങി. അപ്പോൾ CPI മന്ത്രിമാർ ക്യാബിനറ്റിൽ ശക്തിയായി ഇതിൽ ഒപ്പിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. കേരളത്തിലൊരു മന്ത്രിസഭകളുടെ ചരിത്രത്തിൽ മന്ത്രിമാരെ കബളിപ്പിച്ച വേറൊരു മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പാലാരിവട്ടം പാലം തകർന്നൊന്നും വീണില്ലല്ലോ. പാലാരിവട്ടം പാലത്തിനൊരു ബലക്ഷയം ഉണ്ടെന്ന് പറയാം. അതിലൊരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞിട്ട്, ലോഡ് ടെസ്റ്റ് നടത്താൻ പറഞ്ഞിട്ട് പോലും നടത്തിയില്ല. ടെസ്റ്റ് നടത്താൻ ഹൈക്കോടതി ചെയ്തില്ല. ആ പാലം തകർന്നൊന്നും വീണില്ലല്ലോ. കേരളത്തിലൊരു 150 സ്ഥലത്ത് ഈ ഹൈവേ തകർന്നു വീണല്ലോ, ഇല്ലേ? 150 സ്ഥലത്ത് വീണിട്ടുണ്ട്, ഇനിയും വീഴും. കാരണം അത്രയും ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള, അശാസ്ത്രീയമായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഒരു കംപ്ലൈൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഇല്ലല്ലോ. ഈ പാലം മുഴുവൻ വീണിട്ട് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോൾ സമ്മാനമായിട്ടാണല്ലോ പോയത്. ഒരു പരാതി കൊടുത്തില്ലല്ലോ. ഒരു പരാതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ടായില്ലല്ലോ. എന്താ കാര്യം? എന്താ? കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ധാരണയിലാണ്, അവരെ വിമർശിക്കില്ല. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിന് എത്ര മന്ത്രിസ്ഥാനം എപ്പോഴും പറയുന്ന ഒരു ചർച്ചയാണല്ലോ. അപ്പോൾ 26% വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയില്ലേ ലീഗിന്? അല്ല, അവരങ്ങനത്തെ ഒന്നും ഒരു ഡിമാൻഡും വയ്ക്കില്ല. ഞാനൊരു രസകരമായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ ഭയങ്കര വാർത്ത വന്ന് ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും, ലീഗ് 30 സീറ്റ് ചോദിക്കും, 35 സീറ്റ് ചോദിക്കും എന്ന് പറഞ്ഞു. ലീഗ് സീറ്റ് ചോദിക്കും. ഞങ്ങൾ തമ്മിൽ, കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം അറിയാത്തവരാ. ഇവർ ലീഗിൻ്റെ പുറകെ നടന്നു കുറേ നാൾ, ഇല്ലേ? ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, ലീഗ് മതേതര പാർട്ടിയാണെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഒരു ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വയനാട് വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFൽ പോകാൻ ഒരു കാരണം പോലും ഇല്ലയെന്ന് പറഞ്ഞു. ക്ലിയറായി. അന്ന് മുതൽ ഈ മതേതര പാർട്ടിയും ജനാധിപത്യ പാർട്ടിയൊക്കെ മാറിയിട്ട് വർഗീയ പാർട്ടിയായി മുസ്ലിം ലീഗിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യുകയാണ്. മനസ്സിലായേ? അപ്പോൾ സീറ്റ് ചോദിച്ചപ്പോൾ സീറ്റ് ചോദിക്കും കൂടുതലെന്ന് വെച്ചു. അവർ ഒരു സീറ്റ് പോലും കൂടുതൽ ചോദിച്ചില്ല. ഒരു സീറ്റ് പോലും കൂടുതൽ ചോദിച്ചില്ല. ഉള്ള സീറ്റ് അവർക്ക് നിലനിർത്തണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ കോൺഗ്രസ് സമ്മതിക്കും. ഉള്ള സീറ്റ് നിലനിർത്തണ്ടേ എല്ലാവർക്കും? പരമാവധി എല്ലാവരും ശ്രമിക്കില്ലേ സീറ്റ് നിലനിർത്താൻ? ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യും. ഒരു സീറ്റ് പോലും ചോദിച്ചില്ല. വെറുതെ ക്യാമ്പയിനാണ്. അവരൊരു ഉപമുഖ്യമന്ത്രി പദവും ചോദിച്ചിട്ടില്ല, സീറ്റും ചോദിച്ചില്ല. ലീഗ് ഒരു കാര്യത്തിലും അനാവശ്യമായൊരു സമ്മർദ്ദം ചെലുത്താറില്ല. ഇപ്പോഴത്തെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടീം UDF എന്നാണ് പറയുന്നത്. അത്രയും സ്പിരിറ്റാണ്. ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അസംബ്ലി പോലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തോട്ട് UDFൽ പണ്ടൊക്കെ മലപ്പുറം ജില്ലയിലൊക്കെ 10-30 പഞ്ചായത്ത് CPM-ഉം ലീഗും അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പാർ മുന്നണിയാണ്. കേരളത്തിൽ ഒരൊറ്റ പഞ്ചായത്തിൽ പോലും UDFലൊരു തർക്കമില്ല. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള യൂണിറ്റിയാണ്. UDF ഒരു പാർട്ടിയെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ചെറിയ പാർട്ടികളും വലിയ പാർട്ടികളും ഒക്കെ തമ്മിൽ ഭയങ്കരമായ ബന്ധമാണ്. അതൊന്നും ആരും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറില്ല. ശരി, മുന്നണിക്ക് പുറത്തെ പിന്തുണയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഓരോ സമയത്ത് ഓരോരുത്തരെ പിന്തുണച്ചു എന്നുള്ള കാര്യം നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചു അങ്ങ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കും എന്നിങ്ങനെ ഉറപ്പിച്ച് എല്ലായിടത്തും പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അവർ പിന്തുണച്ചോട്ടെ, അത് അവരുടെ നിലപാടാണ് എന്ന രൂപത്തിൽ കാണാതെ അവർ പിന്തുണ സ്വീകരിക്കും എന്ന് പറയുന്നതിൻ്റെ ചോദിച്ചാൽ പറയണ്ടേ? പിന്തുണ സ്വീകരിക്കുക എന്ന് ചോദിച്ചു, സ്വീകരിക്കുമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ. അവർ ഞങ്ങളുടെ മുന്നണിയിലെ ഭാഗമല്ല, അവർ ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറല്ല, അവർ പുറത്തുനിന്ന് നിൽക്കുന്നു, ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. അവരുടെ പിന്തുണ സ്വീകരിക്കാമെന്ന് ചോദിച്ചപ്പോൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് അവരുമായിട്ടൊരു ചർച്ച നടത്തുകയോ അവരുമായിട്ടൊരു ബന്ധപ്പെടുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അത് ഇവർ ഊതി വീർപ്പിക്കുകയാണ്. CPM-ൻ്റെ ഒരു ഇരട്ടത്താപ്പാണ്. പക്ഷെ അതിൽ CPM-ന് മാത്രമല്ല സമസ്തയ്ക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ല, അത് നമുക്കിപ്പോൾ സമസ്ത നമ്മുടെ മുന്നണിയിലെ കക്ഷികളല്ലല്ലോ, അതുണ്ടാവുന്നേ. അതിപ്പോൾ ഒരേ സമുദായത്തിൽ തന്നെയുള്ള പലപ്പോഴും ഇല്ലെങ്കിൽ സമസ്ത എന്ന് പറഞ്ഞ് വേറൊരു സംഘടനയും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ് വേറെ സംഘടനയും വേണ്ടല്ലോ.
എല്ലാവരും കൂടി ഒരുമിച്ചാണെങ്കിൽ അല്ലല്ലോ. അതൊക്കെ ഓരോ സംഘടനയും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ലക്ഷ്യവും ഓരോ ആശയവും വെച്ചിട്ടാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒറ്റ കാര്യം ഞങ്ങളൊന്നും പറയില്ല. അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ ശരി, പിന്തുണ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ബന്ധവുമില്ല. അത് പിന്നെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് അത് കമ്മ്യൂണലാക്കാൻ നോക്കാം. നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ലീഗിനെതിരെ ഭയങ്കര വിമർശനം. ലീഗിനെതിരെയാണോ ആ വിമർശനം? അല്ല. അത് വിഷയം കമ്മ്യൂണലാക്കാൻ നോക്കുക. CPM ബുദ്ധിയാണ്. ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായി, ഇല്ലാതായി എന്ന് വെച്ചു, ദുർബലമായെന്ന് വിചാരിച്ചു. ആ സ്പേസ് ആരും കൊണ്ടുപോകും? ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടാണ് എൻ്റെ ചോദ്യം. ആ സ്പേസ് തീവ്രപക്ഷ നിലപാടുകളുള്ള ആളുകൾ കൊണ്ടുപോകും. അതുകൊണ്ട് കേരളം പിന്നെ ഉണ്ടാവുമോ? ഞാൻ ലീഗിൻ്റെ സാന്നിധ്യവും ലീഗിൻ്റെ ശക്തിയും ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മൾ എപ്പോഴും കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകണം. ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം ഇന്ത്യ മുഴുവൻ കലാപം നടക്കുമ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ? അപ്പോൾ ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗ് വിട്ടുപോയ ഒരു കക്ഷി തോളത്ത് വെച്ചിട്ടാണ് ഈ CPM നമ്മളോട് സംസാരിക്കുന്നത്. ഏത്? ബാബറി മസ്ജിദ് തകർന്ന കാലത്ത് ലീഗ് തീവ്രമായ നിലപാടെടുത്തില്ല എന്ന് പരാതി പറഞ്ഞ് ലീഗ് സ്പ്ലിറ്റൊന്നും ഉണ്ടായില്ല. കുറച്ച് പേര് പോയിട്ടുണ്ടാക്കിയ ഒരു പാർട്ടി ഇവരുടെ തോളത്തിരിക്കുകയാണ്. ആരുടെ? CPM. എന്നിട്ട് നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വരികയാണ്. അവർ ഓരോ കാലത്തും എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഇപ്പോഴും അവർ ഫൈറ്റ് ചെയ്യുന്നത് ആ സമുദായത്തിലെ തീവ്രപക്ഷ നിലപാടെടുക്കുന്നവരുമായിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. ഒറ്റ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്, സോഷ്യൽ ക്വസ്റ്റ്യനാണത്. അവർ ദുർബലമായാൽ ആ സ്പേസ് ആരും കൊണ്ടുപോകും? അത് കേരളത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. വർഗീയതയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതികരണങ്ങൾ നടത്തണോ അല്ലെങ്കിൽ നിശബ്ദമായിരിക്കുകയാണ് കുറച്ചുകൂടി നല്ലത് എന്ന ആലോചനയാണ് കോൺഗ്രസ് നടത്തുന്ന ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ രാജ്യത്ത് മുസ്ലിങ്ങൾ അരക്ഷിതരല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം അങ്ങനെ ഒരു പ്രതികരണം നടത്തി. അതിനോട് പക്ഷേ കോൺഗ്രസ് എന്നല്ല കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയും ശക്തമായി പ്രതികരിച്ചു കണ്ടില്ല. എന്തോ ഞാൻ പറഞ്ഞു അത് കേൾക്കാണ്ടാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഞാൻ അപ്പം തന്നെ പിറ്റേ ദിവസം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, ഞങ്ങളുടെ അഭിപ്രായമല്ല. മൈൽഡായിട്ടുള്ള മറുപടിയാണ്. നോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, ഞങ്ങളുടെ അഭിപ്രായമല്ല. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള, നേരത്തെ മുസ്ലിംസ് മാത്രം ഉണ്ടായില്ല, ഇപ്പോൾ ക്രൈസ്തവർ കൂടി അരക്ഷിതബോധത്തിലാണ്. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്, ഭയം. അവരെ ഭരിക്കുന്നത് ഭയമാണ്. നമ്മളെടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും. വർഗീയത പറഞ്ഞാൽ എതിർക്കും. ഇലക്ഷൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. സാധാരണ ഇലക്ഷൻ കാലത്ത് പേടിയായിരിക്കും. ഇനി വോട്ട് ബാങ്ക് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങൾ ഇത് ഇതുകളെ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വന്നാലും ആ വോട്ട് ബാങ്ക് നിങ്ങളുടെ കയ്യിൽ വെച്ചേക്ക്, വർഗീയത പറയേണ്ടെന്നുള്ള സ്റ്റാൻഡ് എടുക്കും. എന്താണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്? മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കി അറിയാം. അപ്പോൾ തിരുവനന്തപുരത്ത് ജയിച്ചവരുടെ പേര്, കോഴിക്കോട് ജയിച്ചവരുടെ പേര്, എറണാകുളത്ത് ജയിച്ചവരുടെ പേര്. എന്താണ് ഒരു മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറയുക? എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണത്രേ ആ മന്ത്രിസഭയിൽ ആളിരിക്കുവാണ് ഇപ്പോഴും. പച്ചയ്ക്ക് വർഗീയത, പേര് നോക്കാൻ എന്തൊരു പച്ചയ്ക്ക് വർഗീയത പറയല്ലേ? ഒരു മന്ത്രി പറയാണ് ജയിച്ചവരുടെ പേര് നോക്കാൻ മലപ്പുറത്ത്. ഇപ്പോൾ കോൺഗ്രസ് ഒരുമിച്ചാണ് ഈ വർഗീയതയ്ക്കെതിരെ പ്രതികരിക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് അങ്ങേക്കെതിരെ മാത്രം തിരിയുന്നത്? വെള്ളാപ്പള്ളിക്ക് കോൺഗ്രസിലെ മറ്റു നേതാക്കളോട് എതിർപ്പില്ല. അതെന്നെ ഇഷ്ടമല്ലാണ്ട് ബാക്കിയുള്ളവരുടെ ആ ഇഷ്ടക്കേടുണ്ടാവില്ലായിരിക്കും. മനസ്സിലായില്ലേ? അതെല്ലാവരോടും എല്ലാവരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പല കാലത്ത്. ഇപ്പം എന്നെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. എനിക്കതിൻ്റെ അകത്ത് വിരോധമൊന്നുമില്ല. എൻ്റെ പാർട്ടി എൻ്റെ മുന്നണിയല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്, എന്നെയല്ലേ പറഞ്ഞത്. സാരമില്ല. ഒരു സമുദായ നേതാക്കൾക്കും വേണ്ടാത്തൊരു നേതാവാണോ അങ്ങ്? അല്ല, സമുദായ നേതാക്കന്മാരുടെ പ്രശ്നമല്ല. ചിലർക്ക് നമ്മളെ ഇഷ്ടമാവില്ല. അപ്പം നമ്മളെന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? നമ്മളെ ഇഷ്ടമല്ല. ഇപ്പം നമ്മളെ വിമർശിച്ചെന്ന് ഓർത്ത് നമ്മളെന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടല്ലോ. ജനങ്ങളുടെ ഇഷ്ടം ആർക്കൊപ്പമാണെന്നാണ് അങ്ങ് കരുതുന്നത്? കാരണം ആരാണ് മുഖ്യമന്ത്രി ആവുക UDF വരികയാണെങ്കിൽ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ജനങ്ങളുടെ ഇഷ്ടം അത് ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട്, പാർട്ടിക്കകത്തൊരു സിസ്റ്റമുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യാറില്ല നേരത്തെ. അതിനുശേഷം പാർട്ടി ഹൈക്കമാൻഡ് എല്ലാവരുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ തമ്മിലത് പരസ്പര ധാരണയുണ്ട്. അതിനൊന്നും വേണ്ടി ഞങ്ങൾ കടിപിടിക്ക് കൂടില്ല. പിന്നെ ഒന്നും പറയാൻ ഞങ്ങളെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും തമ്മിൽ കടിപിടിയാണെന്ന് പറഞ്ഞ് വെറുതെ വാർത്ത കൊടുത്താവോ? ഞങ്ങളെല്ലാ ദിവസവും രാവിലെയും രാത്രിയും എവിടെയാണെങ്കിലും
ഒരു ഗൂഗിൾ മീറ്റിങ്ങിലോ കോൺഫറൻസ് കോളിലോ സംസാരിക്കാതെ ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല. എല്ലാ തീരുമാനവും ഒരുമിച്ച് എടുക്കണം. പറ്റാവുന്ന സ്ഥലത്ത് ഇപ്പം ഞാനും രമേശൻ തലയിട്ട് ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഇന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. കാരണം സംസാരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ഡൽഹിയിലുള്ള കേസി വേണുഗോപാലായിട്ട് സംസാരിക്കും. KPC പ്രസിഡൻറ്റും ഞങ്ങളും തമ്മിൽ സംസാരിക്കും. ഞാനും പ്രസിഡൻറ്റും തമ്മിൽ ഇന്നലെ കൂടിയാലോചന നടത്തി. ഞങ്ങളെല്ലാ ഘട്ടത്തിലും ഞങ്ങൾ രാവിലെയും രാത്രിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടീം വർക്കാണ്. ഒറ്റയ്ക്ക് VD സതീശൻ ഒരു തീരുമാനമൊന്നും എടുത്താൽ അങ്ങനെ നടക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതൊക്കെ അവിടെ CPM-ൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് പോക്കറ്റിൽ നിന്ന് കടലാസ് വെച്ച് ഇതാണ് ഇന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ഇത് പുതിയ പിള്ളേർ ചോദ്യം ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്താൽ പുതിയ പിള്ളേരുണ്ടല്ലോ, ഈ വളർന്നു തന്നെ ചെറുപ്പക്കാർ ചോദ്യം ചെയ്യും. അപ്പോൾ അവർ തെറ്റാ പറഞ്ഞെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യും. ചിലപ്പോൾ അവർ പറഞ്ഞായിരിക്കും ശരി, നമ്മൾ പറഞ്ഞായിരിക്കില്ല ശരി. അപ്പോൾ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.